നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പുരാവസ്തു മാഫിയയുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലുകൾ കേസിന്റെ ഗതി തന്നെ മാറ്റിമറിക്കും. ശബരിമലയിൽ നിന്നും 2019-2020 കാലഘട്ടത്തിൽ 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയതായി വിദേശ വ്യവസായി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. തട്ടിപ്പ് സംഘത്തിലെ പ്രധാനിയായ ഡി മണിയാണ് ഈ വിഗ്രഹങ്ങൾ കൈവശപ്പെടുത്തിയതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിന് ഇടനിലക്കാരനായി പ്രവർത്തിച്ചു. 2020 ഒക്ടോബറിൽ തിരുവനന്തപുരത്ത് നടന്ന അതീവ രഹസ്യമായ കൂടിക്കാഴ്ചയിൽ വെച്ച് ഡി മണി ഒരു ഉന്നതന് വൻ തുക കൈമാറിയതായും വിവരമുണ്ട്. ഡി മണി എന്നാൽ ദാവൂദ് മണിയാണെന്ന ചർച്ചയും സജീവം. സ്വർണത്തിന് പുറമെ ശബരിമലയിൽ നിന്നും 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയതായി ഒരു പ്രവാസി വ്യവസായി മൊഴി നൽകിയതും പ്രത്യേക അന്വേഷണ സംഘം ഗൗരവത്തിലെടുക്കുന്നുണ്ട്. പുരാവസ്തു തട്ടിപ്പ് സംഘത്തിലെ പ്രധാനിയായ ഡി മണിയാണ് ഈ വിഗ്രഹങ്ങൾ കൈക്കലാക്കിയത്. ഇയാൾ തിരുവനന്തപുരത്ത് വെച്ച് ഒരു ഉന്നതന് വൻ തുക കൈമാറിയത് രാഷ്ട്രീയ നേതാവിനാണ്. മുൻ മന്ത്രിയുമായി അടക്കം ഇയാൾക്ക് ബന്ധമുണ്ട്. ശരിക്കുള്ള സ്വർണ്ണപ്പാളികൾ എവിടെ പോയി എന്നതിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ മെറ്റലർജി വിദഗ്ധരുടെ സഹായത്തോടെ സ്വർണത്തിന്റെ അളവ് കൃത്യമായി തിട്ടപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഈ റിപ്പോർട്ട് കേസിൽ അതീവ നിർണായകമാണ്. നിലവിൽ ഡി മണിയെ കണ്ടെത്താനുള്ള തെരച്ചിലാണ് പോലീസ്. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ വൻ പുരാവസ്തു മാഫിയയുടെ സാന്നിധ്യമുണ്ടെന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണങ്ങൾ ശരിവെക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ എ പത്മകുമാർ, എൻ വാസു എന്നിവർ നിലവിൽ ജയിലിലാണ്. ഇതോടൊപ്പം തന്നെ കേസിലെ വൻ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ശബരിമലയിൽ സ്വർണം പൊതിയാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറായത് സ്വന്തം പണം കൊണ്ടല്ല എന്നും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധൻ നൽകിയ 1.5 കോടി രൂപയും മറ്റ് സംസ്ഥാനങ്ങളിലെ വ്യാപാരികളുടെ പണവുമാണ് ഇതിനായി ഉപയോഗിച്ചത്. എന്നാൽ ഈ പണം പോറ്റി പലിശയ്ക്ക് കൊടുത്ത കോടികൾ ലാഭമുണ്ടാക്കിയതായും വിവരമുണ്ട്. നിലവിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ എ പത്മകുമാർ, എൻ വാസു എന്നിവർ ജയിലിലാണ്. കേസിലെ കള്ളപ്പണ ഇടപാടുകളെക്കുറിച്ച് ഇ ഡി പ്രത്യേകം അന്വേഷണവും നടത്തുന്നുണ്ട്. ദ്വാരപാലക പാളികളിലെ സ്വർണം വാങ്ങിയതിന്റെ വില ഇനത്തിൽ റോഥം ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ 2.70 ലക്ഷം രൂപയ്ക്ക് മാളികപ്പുറത്തമ്മയ്ക്ക് 2020 സമർപ്പിച്ച മാലയുടെ വിവരങ്ങൾ യഥാസമയം ദേവസ്വം മഹസറിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നതും ഗുരുതരമാണ്. സ്വർണ്ണക്കൊള്ള വിവാദമായ ശേഷം മാത്രമാണ് മഹസറിൽ ഇത് ഉൾപ്പെടുത്തിയതെന്നാണ് സൂചന. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഗോവർദ്ധൻ സ്വർണ്ണവിലയായി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിൽ നൽകിയ 9.95 ലക്ഷത്തിന്റെ 5 ഡിഡികളുടെ വിവരം ദേവസ്വം രേഖകളിൽ ഉണ്ടോ എന്നതിലും സംശയം ബാക്കിയാണ്. ഈ പണം ചെല്ലാൻ എഴുതി ബാങ്കിൽ അടച്ചിട്ടുണ്ടോ എന്നും 1-ാം നമ്പർ രസീത് എഴുതി ഗോവർദ്ധന് നൽകിയിട്ടുണ്ടോ എന്നും അറിയേണ്ടതുണ്ട്. ഏത് ഇനത്തിലാണ് പണം വകകൊള്ളിച്ചതെന്നതും പരിശോധിക്കേണ്ടതാണ്. ശേഷിച്ച പണം പോറ്റി വശം ബോർഡിനെ നൽകിയതായാണ് ഗോവർദ്ധൻ പറയുന്നത്. അത് ദേവസ്വത്തിൽ അടച്ചതിന് രസീതുണ്ടോ എന്നും കണ്ടെത്തേണ്ടതുണ്ട്.